പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിചിന്തന ഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായി 9:35 മുതൽ 11:1 വരെ നീണ്ടുകിടക്കുന്ന അപ്പോസ്തലന്മാർക്കുള്ള പ്രേക്ഷിത നിയോഗ വിവരണത്തിൻ്റെ ഭാഗമാണിത്. 9:35 മുതൽ 38 വരെ ഈ നിയോഗത്തിനുള്ള പശ്ചാത്തലവും 10:1 മുതൽ 4 വരെ അപ്പോസ്തലന്മാരുടെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പും 10:5 മുതൽ 6 വരെ നിയോഗത്തിൻ്റെ പരിധി നിശ്ചയവും തുടർന്ന് 7 മുതൽ 15 വരെ, അതായത് ഇന്നത്തെ സുവിശേഷം, അവർക്ക് നൽകുന്ന നിർദ്ദേശവുമാണ്. അധികമായ വിളവിലേക്ക് പേരുചൊല്ലി വിളിച്ച് അയക്കപ്പെടുന്ന ജോലിക്കാർക്ക് യജമാനൻ നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ വിചിന്തന ഭാഗം. നിയോഗത്തിൻ്റെ വിഷയവും നിയോഗത്തോട് അപ്പോസ്തലൻ പുലർത്തേണ്ട മനോഭാവവും നിയോഗത്തിൻ്റെ സ്വീകർത്താക്കളെയും കുറിച്ചാണ് ഇന്നത്തെ നിർദ്ദേശം വിവരിക്കുന്നത്. 1. നിയോഗത്തിൻ്റെ വിഷയം. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വിഷയം സ്വർഗരാജ്യ പ്രഘോഷണമാണ്. ഈ വിഷയം ശിഷ്യന്മാർക്ക് മുമ്പേ യേശുവും സ്നാപക യോഹന്നാനും പ്രസംഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ യേശു പ്രഘോഷിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി 4:17. ആ ദിവസങ്ങളിൽ യോഹന്നാൻ പ്രഘോഷിച്ചുകൊണ്ട് യൂദയായിലെ മരുഭൂമിയിൽ എത്തിച്ചേർന്നു. മാനസാന്തരപ്പെടുവിൻ, എന്തെന്നാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി 3:1-2. ഇതേ വിഷയം തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലന്മാരും പ്രസംഗിക്കേണ്ടത്. അതിനെ തുടർന്ന് അവർ ചെയ്യേണ്ട രോഗികളെ സുഖപ്പെടുത്തലും മരിച്ചവരെ ഉയർപ്പിക്കലും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കലുമെല്ലാം ഈ സ്വർഗരാജ്യ പ്രഘോഷണത്തിൻ്റെ അടയാളങ്ങളാണ്. നമുക്കറിയാം, സ്വർഗരാജ്യമെന്ന സംജ്ഞയിലൂടെ മത്തായി ഉദ്ദേശിക്കുന്നത് യേശുവിൻ്റെ ദൈവരാജ്യ അനുഭവമാണ്. യേശു ഉപമകളിലൂടെ ഉദ്ഘാടനം ചെയ്ത ദൈവരാജ്യത്തെ പൗലോസ് നിർവചിക്കുന്നത് ഇങ്ങനെ: ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഇതാണ് ഓരോ അപ്പോസ്തലനും പ്രസംഗിക്കേണ്ടത്. ഇതുമാത്രമാണ് പ്രസംഗിക്കേണ്ടത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായത് ദൈവരാജ്യ പ്രഘോഷണമല്ല. പൗലോസ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ സുവിശേഷം പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം. 2. നിയോഗത്തോട് പുലർത്തേണ്ട മനോഭാവം. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. അപ്പോസ്തലൻ തൻ്റെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ദൗത്യത്തെയും ദൈവീക ദാനമായി പരിഗണിക്കണം. അയാളിത് ചെയ്യുന്നത് ക്രിസ്തുവിന് പകരക്കാരനായിട്ടാണ്, വ്യക്തിപരമായ മഹിമയ്ക്കല്ല. ഈ ദൗത്യത്തെ പ്രതി അയാൾക്ക് ലഭിക്കുന്ന നന്മകൾ ലാഭമായല്ല, മറിച്ച് കൂടുതൽ ഊർജ്ജസ്വലമായി ഈ ദൗത്യം ചെയ്യുവാൻ നൽകപ്പെടുന്ന വിഭവങ്ങളായി വേണം അവയെ കരുതാൻ. ഈ ദൗത്യത്തിൽ അയാൾക്ക് ബലമായി നിൽക്കുന്നത് പൊന്നോ വെള്ളിയോ ചെമ്പോ സഞ്ചിയോ ഉടുപ്പോ ചെരുപ്പോ വടിയോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഈ ദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ അയാളുടെ ശ്രദ്ധ ലാഭത്തിലാകരുത്, മറിച്ച് ദൈവത്തിൻ്റെ കരുതലിലാകണം. 3. സ്വീകർത്താക്കളെക്കുറിച്ചുള്ള അറിവ്. അപ്പോസ്തലൻ തൻ്റെ സന്ദേശത്തിൻ്റെ സ്വീകർത്താക്കളെ മനസ്സിലാക്കാൻ പരിശ്രമിക്കണം. അവരുടെ മനോഭാവം, പശ്ചാത്തലം എന്നിവ കൃത്യമായി അറിഞ്ഞാൽ
ഏത് തോതിൽ, ഏത് രീതിയിൽ അവരോട് ദൈവരാജ്യം പ്രഘോഷിക്കണമെന്ന് നിശ്ചയിക്കാനാകും. ദൈവത്തിൻ്റെ എല്ലാ സന്ദേശവും എല്ലാവർക്കും ഉള്ളതല്ല. ആർക്ക് എന്ത് നൽകണമെന്ന് പ്രഘോഷകൻ കൃത്യമായി വിവേചിച്ചറിയണം. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ ഇട്ടുകൊടുക്കരുത്. അവ മുത്തുകൾ ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. ഇതൊരു മുന്നറിയിപ്പാണ്. മത്തായി 7:6. ഈ സുവിശേഷം ഉയർത്തുന്ന ചില ചോദ്യങ്ങൾ: 1. ക്രിസ്തുവിൻ്റെ സന്ദേശം തന്നെയാണോ ഞാൻ പ്രചരിപ്പിക്കുന്നതും ജീവിക്കുന്നതും? 2. ഈ പ്രഘോഷണ നിയോഗത്തിൽ എൻ്റെ ശ്രദ്ധ ഭൗതിക ലാഭത്തിലേക്കോ അതോ ദൈവിക ആശ്രയത്തിലേക്കോ? 3. എന്നിലൂടെ നിവർത്തിക്കപ്പെടുന്ന ദൈവിക ശുശ്രൂഷയുടെ സ്വീകർത്താക്കളെ കൃത്യമായി വിലയിരുത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടോ?